സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഒരു നീണ്ട ഇടവേളയിൽ ആ ഇടവേളയിൽ കോൺഗ്രസ് നയിക്കുന്ന UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് വളരെ അധികം ആളുകൾ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന വളരെയേറെ ആളുകൾ ആ ഒരു പ്രതീക്ഷയിലാണ്, ആ ഒരു നിരീക്ഷണത്തിലാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന എല്ലാ സൂചനകളും അത്തരം UDF അധികാരത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷകൾക്ക് ബലം നൽകുന്നതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളിൽ മുഖ്യമന്ത്രി സ്ഥാന പദകാംക്ഷികൾ ഉണ്ടാകും. അവർ അതിനുവേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നുണ്ടാകാം. പക്ഷെ അതൊക്കെ ഒരു തുറന്ന പോരിലേക്ക് പോകുന്നു എന്ന് വായിക്കുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കോൺഗ്രസിൽ കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു രീതിയുണ്ട്. കോൺഗ്രസിന് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് പാർട്ടിക്ക് അധികാരം ലഭിച്ചാൽ, പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ നിയമസഭാ കക്ഷി വിളിച്ചുകൂട്ടും. നിയമസഭാ കക്ഷി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ പങ്കെടുക്കും. അവർ MLA മാരെ ഒറ്റയ്ക്കും കൂട്ടായും കണ്ട് അവരുടെ അഭിപ്രായം ശേഖരിക്കും. ആ അഭിപ്രായം ശേഖരിച്ച ശേഷം അതിന്റെ ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട് അവർ ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ആ ഹൈക്കമാൻഡിന്റെ റിപ്പോർട്ടിനനുസരിച്ച് ഒരു പ്രഖ്യാപനം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ടാവും. പിന്നീട് ചിലപ്പോൾ അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അംഗീകരിക്കും. ഇതാണ് കോൺഗ്രസിൽ കാലാകാലമായി അംഗീകരിച്ചു വരുന്ന ഒരു കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയാവും ഈ പ്രാവശ്യവും മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയില്ല.